ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കിയാലോ. ഇപ്പോൾ എന്താണെങ്കിലും മാംഗോ സീസണാണ്, എവിടെ നോക്കിയാലും മാംഗോ ആണ്. നമുക്ക് ആദ്യം തന്നെ 3 മാംഗോ എടുക്കണം കേട്ടോ. അത് നമ്മുടെ ആളെണ്ണം അനുസരിച്ചെടുത്താൽ മതി. ഇപ്പോൾ വീട്ടിലേക്ക് ഇത്ര മതി, കാരണം പിള്ളേർക്കാണ് കൂടുതൽ ആവശ്യമുള്ളത്. അപ്പോൾ ഒരു 3 പഴുത്ത മാങ്ങ എടുക്കണം. നല്ലപോലെ മധുരമുള്ളതാണെങ്കിൽ അത്ര നല്ലത്. അപ്പോൾ 3 പഴുത്ത മാങ്ങ എടുക്കണം. പിന്നെ ഇത് ബദാം പൗഡറാണ് കേട്ടോ, കസ്റ്റർഡ് പൗഡറാണ് ഏറ്റവും നല്ലത്. പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന ബദാം പൗഡർ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഇതെടുത്തു. ഇതിന് ആ ഒരു ഫ്ലേവറൊക്കെ തന്നെയാണ്. അപ്പോൾ ബദാം പൗഡറും പാലും കൂടെ മിക്സ് ചെയ്തെടുക്കണേ. നല്ലപോലെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്യുന്നില്ല, അത് നല്ലപോലെ മിക്സ് ചെയ്യുക, അത് മാറ്റി വെക്കുക. അപ്പോൾ നമുക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാലാണ് അത്യാവശ്യം. അപ്പോൾ പാൽ 1/2 ലിറ്റർ എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓരോരോ ആവശ്യത്തിനനുസരിച്ച്. അപ്പോൾ എനിക്കിവിടെ വളരെ കുറച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1/2 ലിറ്റർ പാലെടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ചൂടായി വരണേ. എന്നിട്ട് പാലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കണം കേട്ടോ. അപ്പോൾ പഞ്ചസാര എല്ലാവരുടെ അളവിനനുസരിച്ച് ഇവിടെ ഞാനൊരു 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. കാരണം ഒത്തിരി പഞ്ചസാരയുടെ ആവശ്യമില്ല, കാരണം നല്ല പഴുത്ത മാങ്ങ എടുത്തിരിക്കുന്നത്, നല്ല മധുരമുണ്ട്. അപ്പം ഓൾറെഡി അതിൻ്റെയും കൂടെ മധുരം ആകുമ്പോഴത്തേക്ക് ശരിക്കും മധുരം ഉണ്ടാവും. പിന്നെ ഒത്തിരി മധുരം ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ വേണമെങ്കിൽ ഇനിയും ആവശ്യത്തിനിടാം, ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ചിടാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് മിക്സായി കുറച്ചൊന്ന് വറ്റി വരണം. അപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അടുക്കി പിടിക്കാത്ത രീതിയിൽ നല്ല പോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് മെയിനായിട്ട് ചേർക്കേണ്ട ഒരു സാധനമുണ്ട്, കോൺഫ്ലവർ. അപ്പോൾ കോൺഫ്ലവർ ഒരു 2 സ്പൂൺ കോൺഫ്ലവർ ചേർക്കണം കേട്ടോ. അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നല്ല പോലെ ഇളക്കണം. കാരണം ഇത് ഇച്ചിരി മിക്സ് ആവാൻ പാടാണ് കേട്ടോ, നല്ല കട്ട പിടിച്ചിരിക്കും. അതുകൊണ്ട് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതൊന്ന് മിക്സായി വരുന്നവരെ നല്ല പോലെ ഇളക്കാം കേട്ടോ. ഇനി ഞാനിതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് മിൽക്ക് പൗഡറാണ് കേട്ടോ. അപ്പോൾ അത് 1 കപ്പ് മിൽക്ക് പൗഡർ ആഡ് ചെയ്യണം. ഞാനിവിടെ ഒരു 10 രൂപയുടെ പാക്കറ്റ് എടുത്തിരിക്കുന്നത്, കാരണം ഞാൻ വളരെ കുറച്ചാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ചെറിയ അളവിൽ മതിയാവും. പിന്നെ ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഞാനിവിടെ ഇരിപ്പുള്ളതുകൊണ്ട് ഞാനത് ആഡ് ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പോൾ മിൽക്ക് പൗഡർ ഇതുപോലെ തന്നെ ഇളക്കി നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ കുറുകണം. ഇങ്ങനെ വെള്ളം പരുവത്തിൽ ഇരിക്കാൻ പാടില്ല, എന്നെഴുതി ഒത്തിരി കട്ടയും ആകാൻ പാടില്ല. ജസ്റ്റ് ഒരു മീഡിയം പരുവത്തിലോട്ട് കുറുകി വരണം. അത് ഗ്യാസ് എപ്പോഴും മീഡിയത്തിലിട്ട് ഇളക്കാവുള്ളൂ കേട്ടോ, കാരണം ഹൈയിലോട്ട് ആയിക്കഴിഞ്ഞാൽ നന്നായിട്ട് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ കാണാമല്ലോ കട്ട പിടിച്ച് വരുന്നുണ്ട്. അപ്പം അതൊന്ന് നല്ലപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതെല്ലാം മാറ്റിയെടുക്കുന്നവരെ നല്ലപോലെ ഇളക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി പെട്ടെന്ന് തന്നെ കുറുകും. അപ്പോൾ ഇതിലോട്ട് നമുക്കിനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് നേരത്തെ മാറ്റി വെച്ചിരുന്നുണ്ടായിരുന്നു, ബദാം മിൽക്കാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണേ. ഈ ബദാം മിൽക്ക് ആഡ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പം ഇത് എക്സ്ട്രാ ടേസ്റ്റ് വരും. പിന്നെ കസ്റ്റേർഡ് ആണെങ്കിലും ചേർക്കാം. ഇത് 2 വില്ലയിലും ഒരു കുഴപ്പമില്ല. മാംഗോ ഐസ്ക്രീം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ മാംഗോ ചേർക്കാതെ തന്നെ ഐസ്ക്രീം ആക്കി എടുത്താലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു ഇച്ചിരി വാനില എസൻസ് കൂടെ ചേർത്താൽ വാനില ഐസ്ക്രീമിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടും. അപ്പം നമ്മളിതിന് നല്ല പോലെ കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യണേ. അപ്പം എല്ലാവരും ഓർക്കണം, മീഡിയത്തിലിട്ടേ ചെയ്യാവുള്ളൂ, കാരണം ഹൈ ഫ്ലെയിമിലിടല്ല. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇത് നല്ലപോലെ തണുക്കണം കേട്ടോ. അപ്പോൾ നല്ല ക്ഷമയോടെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ, നല്ലപോലെ തണുത്തിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിനി മെയിൻ ഇൻഗ്രീഡിയൻ്റായ മാംഗോ എടുക്കണം. മാംഗോ എടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് നല്ലപോലെ അരഞ്ഞ് കിട്ടണം, നല്ല പൾപ്പായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ ഈ ഇടയ്ക്കൊക്കെ ഇച്ചിരി കടിക്കാനുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാനിവിടെ നല്ലപോലെ അരച്ച് തന്നെ എടുക്കും കേട്ടോ. അപ്പം നമ്മുടെ സാധനം ഇങ്ങനെ ആറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ കസ്റ്റേർഡാണ് കേട്ടോ, ഇടയ്ക്കൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നത്. അപ്പോൾ അത് അരയുമ്പോൾ സെറ്റ് ആയിക്കോളും. അപ്പോൾ ഇതുപോലെ നല്ല പൾപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അരയണം, നല്ലപോലെ ഇതായിട്ടിരിക്കണം. അപ്പോൾ ഇത് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇത് ഒഴിച്ച് മാറ്റി വെക്കണം. പക്ഷേ ഇത് നമ്മളിപ്പോൾ തന്നെ ഐസ്ക്രീം ആവത്തില്ല കേട്ടോ. അപ്പോൾ ഇതൊരു 2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലോട്ട് കയറ്റാം. അപ്പോൾ ഇത് നമ്മൾ 2 മണിക്കൂർ ശേഷം എടുത്തതാണ്. അപ്പോൾ ഫ്രീസറിൽ നിന്ന് നന്നായിട്ട് തണുത്തിട്ടുണ്ട്, എന്നാൽ നല്ല ഐസ്ക്രീം പരുവായിട്ടില്ല. കാരണം ഇങ്ങനെ തന്നെ നമ്മളെടുത്ത് ഒന്നുകൂടെ നല്ലപോലെ അടിച്ചെടുത്തോണ്ട് വരണേ. പിന്നെയും നമ്മൾ അതിലോട്ട് തന്നെ ഒഴിച്ച് ഇനി നമ്മളൊരു 8 മണിക്കൂറെങ്കിലും, 8 മണിക്കൂർ കൊണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല, ഒരു 8 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം. അപ്പോൾ
നമ്മുടെ ഐസ്ക്രീം ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഐസ്ക്രീം എടുക്കുന്ന വീഡിയോ എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ആക്രാന്തം കൊണ്ടാന്ന് തോന്നുന്നു ഞാനത് മറന്നുപോയി. അപ്പോൾ ഐസ്ക്രീം ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കാശിക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, കാരണം അവൻ കഴിക്കുമ്പോഴാണ് കേട്ടോ എനിക്കൊരു ആശ്വാസം. കാരണം ഈ പുറത്തുനിന്നുള്ള ഐസ്ക്രീം ആയിരിക്കും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം, പക്ഷേ അവന് ഇത് തന്നെയാണ്. ഞാൻ ഇങ്ങനെ മാംഗോ വെച്ചല്ല, കുറേ സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അവന് ഇഷ്ടമാണ്, അവന് ഇഷ്ടപ്പെടുമ്പോഴാണ് എനിക്ക് സന്തോഷം. അപ്പോൾ ഏട്ടന് കൊടുത്തു കേട്ടോ. അപ്പോൾ ഏട്ടന് കൊടുത്തപ്പോൾ ഏട്ടന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഏട്ടൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കടയിലെക്കാട്ടിലും നല്ലത് ഇത് തന്നെയാണെന്നാണ് കേട്ടോ. ഏട്ടൻ പറയുന്ന കടയിൽ മാംഗോ ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട് വേറെന്തോ ഫ്ലേവറൊക്കെയാണ് വരുന്നത്, അവർ എന്തൊക്കെയോ ഇട്ട് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇത് കറക്റ്റ് മാംഗോ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞ് കുറച്ചുകൂടെ മാങ്ങയൊക്കെ വാങ്ങിച്ചു തരാം, നീ പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി, കടയിൽ നിന്ന് വാങ്ങിക്കണ്ടല്ലോ, അവർ കഴിക്കുന്നുണ്ടല്ലോ. അത് തന്നെയാണ് നമ്മുടെ സന്തോഷം. കാരണം പിള്ളേർക്ക് എപ്പോഴും കടയിൽ നിന്ന് കൊടുക്കുന്നത് തന്നെ ആയിരിക്കും ഇഷ്ടം, കാരണം നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നതൊന്നും ഇഷ്ടമല്ല. പക്ഷേ ഇവിടെ എനിക്ക് കാശിക്കുട്ടന് ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും അവന് ഇഷ്ടമാണ് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട, നമുക്ക് പാലൊക്കെ വാങ്ങിച്ച് ഇവിടെ ഉണ്ടാക്കിയാൽ മതി എന്ന് അത് പറയും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വേഗം പോയി ട്രൈ ചെയ്തേ. ഇതിപ്പോൾ മാംഗോ സീസണാണ്, എല്ലാവരും വീട്ടിൽ കാണും. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണേ.